ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ബന്ധങ്ങൾ തമ്മിലുള്ള അകൽച്ചയാണ്. അത് അപ്പനും മക്കളും ആണെങ്കിലും, അമ്മയും മക്കളും, ഭാര്യയും ഭർത്താവും, ഗ്രാൻഡ് പേരൻസും ഗ്രാൻഡ് ചിൽഡ്രനും തമ്മിലുള്ള ബന്ധങ്ങളുടെ അകൽച്ചയാണ്. ഒരു വീടിനകത്ത് 4 മുറികളുണ്ടെങ്കിൽ 4 പേരും 4 മുറികളിലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം. വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് കാലങ്ങളിലൊക്കെ ഒരു കുടുംബത്തിൽ കൂട്ടുകുടുംബ സ്ഥിതി ഉണ്ടായിരുന്നപ്പോൾ, കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ വളരെ ഹാപ്പി ആയിട്ട്, വളരെ സന്തോഷമായിട്ട് ഓരോ കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് വന്ന് ഇന്റർനെറ്റിന്റെ ഉപയോഗം കൂടി, മൊബൈൽ ഫോൺസ്, ടാബ്, ലാപ്പിന്റെ ഒക്കെ എണ്ണം വർദ്ധിച്ച് ഉപയോഗം കൂടിയിട്ട് ഇന്ന് ബന്ധങ്ങൾക്കിടയിൽ വലിയൊരു വിള്ളലാണ് വലിയ വിള്ളൽ വന്നേക്കാണ്. അപ്പൊ ആ വലിയ വിള്ളൽ നികത്താനാകുന്നതിനും അപ്പുറത്തേക്കാണ് ആ വിള്ളൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലുതായിക്കൊണ്ടിരിക്കുക, അതിന്റെ ഡെപ്ത് വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് മിണ്ടാൻ സമയമില്ല. അപ്പന് ജോലിയുടെ ടെൻഷൻ എല്ലാം കൂടെ എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുവരും. പാരന്റ്സ്, അമ്മ ജോലി ഉണ്ടെങ്കിൽ അമ്മ ആ ടെൻഷൻ എടുത്തുകൊണ്ട് വർക്ക് വൈസ് ടെൻഷൻ എടുത്ത് വീട്ടിലേക്ക് വരും. മക്കൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും ഇപ്പോഴാണ് അത് സംസാരിക്കാനുള്ള സമയം എന്ന് ചോദിച്ച് ആക്രോശിച്ചുകൊണ്ട് വരുന്ന മാതാപിതാക്കൾ. തിരിച്ച് മക്കൾക്ക് മാതാപിതാക്കളോട് ഒരു സ്നേഹമില്ലാത്തൊരവസ്ഥ, റെസ്പെക്ട് ഇല്ലാത്ത അവസ്ഥ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ചാടിക്കടിക്കുന്ന ഒരു മെന്റാലിറ്റി. ഇങ്ങനെയുള്ള മെന്റാലിറ്റിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അഫക്ട് ചെയ്യുന്നത്, തകർന്നു പോകുന്നത് ഒരു കുടുംബത്തിനകത്തുള്ള ഒരു ഫാമിലി റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഫാമിലിക്കകത്തുള്ള ബന്ധങ്ങളുടെ ഗാഢതയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ബന്ധങ്ങൾ നമുക്ക് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാം? നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണെങ്കിലും, ഇടത്തിരിക്കുകയാണെങ്കിലും, വർക്ക് പ്ലേസിലാണെങ്കിലും, വീട്ടിലാണെങ്കിലും, ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്നും അടയ്ക്കാമോ? എന്നിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാവോ? മറ്റു ചിന്തകളിൽ നിന്ന് നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാവോ? ഞാൻ ചില വ്യക്തികളെ ഓർക്കാൻ പറയും. ആ വ്യക്തികളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. എന്നിട്ട് ആ വ്യക്തികളുടെ കണ്ണുകളിലേക്ക് നോക്കണം. ആ വ്യക്തി നിങ്ങളെയും തിരിച്ചു നോക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂരിൽ നടന്ന ഒരു വർക്ക്ഷോപ്പിൽ, റിലേഷൻഷിപ്പിന്റെ ഒരു വർക്ക്ഷോപ്പിൽ അവർ പറഞ്ഞത്, പല ബന്ധങ്ങളിലുള്ള പല ആളുകളെ വിളിച്ചു. അപ്പനും അമ്മയും, അപ്പൻ മകൾ, അമ്മ മകൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അങ്ങനെ പല ബന്ധങ്ങളിലുള്ള ആളുകളെ വിളിച്ചു. അങ്ങനെ ആ പല ബന്ധങ്ങളിലുള്ളവരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, 4 മിനിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 4 മിനിറ്റ് പരസ്പരം കണ്ണുകളിൽ നോക്കുക, ഒന്നും സംസാരിക്കാൻ പാടില്ല. പക്ഷെ അവിടെ നടന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 4 മിനിറ്റ് തേക്കുന്നതിന് മുമ്പ് അവരെല്ലാം ഇമോഷണലായി, കണ്ണുകൾ നിറഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടിനകത്തുള്ള സ്വന്തം അപ്പൻ, സ്വന്തം അമ്മ, സ്വന്തം മക്കൾ, സ്വന്തം ഹസ്ബൻഡ്, ഭാര്യ, അവരെല്ലാം ഒന്ന് അടുത്ത് വിളിച്ച് നിർത്തുക. എന്നിട്ട് ഒന്ന് കൂളായിരുന്നിട്ട് വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് നിങ്ങൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരാണോ ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കുക. ഒന്നും മിണ്ടണ്ട, ഒന്നും സംസാരിക്കണ്ട, കണ്ണുകളിലേക്ക് ഒന്ന് നോക്കുക. സ്നേഹത്തോടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്ന്, ഒരു പേരിനല്ലാതെ, നെയിം സേക്കിനല്ലാതെ, ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട് ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കുക. ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ പല ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരും, പല ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരും. ഓരോന്നോരോന്നായി ആ ചിന്തകൾ ഇങ്ങനെ കയറി വരുമ്പോൾ മേ ബി അപ്പനാവും, മേ ബി അമ്മയാവും, മക്കളാവും. ആ ചിന്തകൾ ഇങ്ങനെ കയറിക്കൊണ്ട് വരും. അപ്പൊ ദേഷ്യപ്പെട്ടതൊക്കെ ഓർമ്മ വരും, നെഗറ്റീവ്സ് പറഞ്ഞതൊക്കെ ഓർമ്മ വരും. കുറെയൊക്കെ ക്ഷമിക്കാൻ നമുക്കപ്പോ പറ്റും, സ്നേഹം തിരിച്ചറിയാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ആ സ്നേഹം അവിടെയുണ്ട്. അത് എക്സ്പ്രസ് ചെയ്താൽ മതി. ഗോ ആൻഡ് ഹഗ് യുവർ പേരൻസ്, ഗോ ആൻഡ് ഹഗ് യുവർ സിബ്ലിങ്സ്, ഗോ ആൻഡ് ഹഗ് യുവർ ചിൽഡ്രൻ. ഒന്ന് ഹഗ് ചെയ്ത് ചേർത്ത് പിടിച്ച് ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ച് വീടിനകത്തുള്ള ബന്ധങ്ങളുടെ വിള്ളലുകൾ മാറും, അകൽച്ചകൾ മാറും, സ്നേഹം കൂടും, കമ്മ്യൂണിക്കേഷൻ വർദ്ധിക്കും. വീട് നരകമായിട്ട് തോന്നുന്നത് സ്വർഗമായിട്ട് തോന്നും. നിങ്ങളുടെ ഭവനം സുന്ദരമാകും, മനോഹരമാകും.
അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാമോ? ജീവിതം കൂടുതൽ മനോഹരമായി മാറും. ജീവിക്കാൻ തോന്നും, മരിക്കാൻ തോന്നില്ല. ജീവിക്കണം എന്നുള്ള ആശ തോന്നും. ആ ആശ ഉണ്ടാവാൻ, ആ പ്രത്യാശ ഉണ്ടാവാൻ കുടുംബത്തിനകത്തുള്ള സ്നേഹം മതി, പരസ്പരം കമ്മ്യൂണിക്കേഷൻ മതി. അത് നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കീപ് ഗോയിങ്. ഗോഡ് ബ്ലെസ് യു.